എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പിയർ 4:19. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് 2 സുന്ദരന്മാരായിട്ടുള്ള മക്കളുണ്ടായിരുന്നു, രാജകുമാരന്മാരുണ്ടായിരുന്നു. എല്ലാ കഴിവുകളിലും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള 2 സാമർഥ്യമുള്ള 2 രാജകുമാരന്മാർ. ഈ രാജാവിന് ഈ രാജ്യഭരണം ഇവരെ ഏൽപ്പിക്കാൻ സമയമായി. പക്ഷേ ഇവരിൽ ആരാണ് ബെസ്റ്റ് എന്ന് കണ്ടെത്താനായിട്ട് രാജാവ് മന്ത്രിയോട് ഒരു ഉപായം ചോദിക്കുന്നു. മന്ത്രി ഒരു ഉപായം പറഞ്ഞു കൊടുക്കുന്നു. അതനുസരിച്ച് ഈ രാജാവ് ഇവരുടെ ജന്മദിനം ആഘോഷിക്കുന്ന സമയത്തിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ആ സുദിനം എത്തി. അവരുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഈ രാജകുമാരന്മാർക്ക് വേണ്ടിയിട്ട് രാജാവ് ഓരോരോ സമ്മാനം കൊടുക്കുന്നു. എന്നിട്ട് രാജാവ് എന്ത് ചെയ്തെന്നോ, ഇവരുടെ റിയാക്ഷൻസ്, ഈ ഗിഫ്റ്റ് കാണുമ്പോൾ ഇവർ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് രാജാവ് ഒരു ഭടനെയും നിയോഗിച്ചു. അങ്ങനെ ഈ ഗിഫ്റ്റ് ഈ രാജകുമാരന്മാർ റൂമിൽ വന്നിട്ട് തുറക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ ഈ ഗിഫ്റ്റ് തുറന്നപ്പോൾ ആകെ നിരാശനായി. കാരണം രാജകുമാരൻ രാജാവിൽ നിന്ന് ഒരു വലിയ ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ ഒരു വലിയ പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ രാജകുമാരൻ പ്രതീക്ഷിച്ച ഒരു ഗിഫ്റ്റ് കിട്ടാത്തപ്പോൾ ഈ രാജകുമാരന് നിരാശയായിട്ട് ആ ഗിഫ്റ്റ് വലിച്ചെറിയുന്നു. എന്നാൽ രണ്ടാമനോ ഈ കുഞ്ഞ് ഗിഫ്റ്റ് കണ്ടപ്പോൾ അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. അച്ഛൻ രാജാവ് തന്നതല്ലേ, ആ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ആണെങ്കിൽ പോലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, അത് നെഞ്ചോട് ചേർത്ത് നന്ദി പറയുന്നു. ഈ 2 പേരുടെയും റിയാക്ഷൻസ് രാജാവിനെ ഈ രാജഭടന്മാർ അറിയിക്കുന്നുമുണ്ട്. അങ്ങനെ ഈ രാജകുമാരന്മാർ ഈ രാജ്യഭരണം ഏൽപ്പിക്കുവാനായിട്ടുള്ള സമയമായി. ഈ രാജാവ് എല്ലാവരെയും സദസ്സിനെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നു, ഈ രണ്ടാമനാണ് ഈ രാജ്യം ഏൽക്കുവാനായിട്ടുള്ള നല്ല അധികാരി എന്ന്. കാരണം ഇവൻ ആ ഒരു കുഞ്ഞ് ഗിഫ്റ്റിൽ വരെ സന്തോഷിക്കാനുള്ള ഒരു സന്തോഷം കണ്ടെത്തി. അപ്പോൾ ഈ കഥയിൽ നിന്ന് ഈ ഒരു ഒന്നാമത്തെ രാജകുമാരൻ തൻ്റെ തെറ്റ് മനസ്സിലായി ആ കൊട്ടാരം വിട്ടു പോവുകയാണ്. ഈ കഥയിലെ ഒരു മോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകൾ, അതായത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഓരോ കുഞ്ഞി കഴിവുകൾ പോലും ദൈവമഹത്വത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മറ്റുള്ള ഒരാൾക്ക് 5, ഈശോയുടെ കഥയിൽ പറയുന്നില്ലേ, താലന്തുകൾക്ക് പറയുന്നുണ്ട്, ഒരാൾക്ക് 5ഉം ഒരാൾക്ക് 2ഉം ഒരാൾക്ക് 1ഉമാണ് കൊടുത്തത്. പക്ഷേ ഈ 1 കിട്ടിയവൻ അത് മടിയും അലസതയും കൊണ്ട് ചിലപ്പോൾ നമ്മളെപ്പോലെയുള്ള 1 കിട്ടിയവരൊക്കെ നമ്മളത് കുഴിച്ചിടും. അങ്ങനെയുള്ള ആ ഒരു ഇതിലേക്ക് വരുമ്പോഴേക്കും നമ്മളെ ഭരമേൽപ്പിച്ച ദൈവത്തിന് ഒരുപാട് വിഷമമാകും അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന താലന്തുകൾ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ഓരോ സ്കിൽസും ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ട് നമുക്ക് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഫിലിപ്പിയർ 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും. അപ്പോൾ നിങ്ങളുടെയൊക്കെ പാടാനുള്ള കഴിവുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡാൻസ് ചെയ്യാനുള്ള കഴിവ്, നിങ്ങളുടെ എഴുതാനുള്ള കഴിവുകൾ, പഠിക്കാനുള്ള കഴിവുകൾ, അങ്ങനെ എല്ലാ കഴിവുകളും, അതായത് ഈവൻ ഒരാളെ നോക്കി പുഞ്ചിരിക്കാനുള്ളത് പോലും ദൈവത്തിൽ നിന്നാണ്. ദൈവത്തെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സകല നന്മകളും കർത്താവിൽ നിന്ന് വരുന്നു. അപ്പോൾ രാജകുമാരന്മാരെ പോലെ വിവേകത്തോടെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ പോലും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് അത് നന്മയാക്കി മാറ്റാനായിട്ടുള്ള കൃപ ദൈവം നൽകട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.